രാവിലെ ക്ലാസ്സിൽ പോയിട്ട് അഗ്ഗിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഇന്ന് അഗ്ഗി വരുന്നുണ്ട്. ഇന്ന് അവന് ഹോസ്പിറ്റലിലൊന്ന് പോകണം. അപ്പം നേരെ ഹോസ്പിറ്റലിൽ പോയി ടോക്കനും എടുത്ത് നേരെ ക്യൂവിൽ നിന്ന് ഡോക്ടറെയും കണ്ടു. ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും വേറെ സീനൊന്നുമില്ല, ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണമായിരുന്നു. പക്ഷേ അതിൻ്റെ ടൈം നമ്മൾ വന്നപ്പോഴത്തേക്കും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അടുത്ത ദിവസമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹോസ്പിറ്റലിലുള്ളവർക്ക് പോലും ഹോസ്പിറ്റലിലെ ലാബ് എവിടെയെന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ പബ്ലിക് ഹെൽത്ത് ലാബും തപ്പി നടക്കുകയാണ് ഗൈസ്. പബ്ലിക് ലാബ് കുറച്ച് ദൂരെയാണ്. സോ നമ്മൾ കുറച്ച് ദൂരം നടക്കണം. ഗൈസ് കൈക്ക് കുഴപ്പമൊന്നുമില്ല. ലാബിൽ ടെസ്റ്റ് ചെയ്യണം. എവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത്? ഇതെന്ത് ക്യാൻറ്റീനാടാ? ഈ ക്യാൻറ്റീനൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. കാരണം നല്ല ഫുഡും അതേപോലെ തന്നെ സർവീസും ഒക്കെ നല്ലതാണ്. പ്രൈസും നല്ല കുറവാണ്. അപ്പോൾ എന്തായാലും അഫോർഡബിളായിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാൻറ്റീൻ നല്ല ഓപ്ഷനാണ്. അങ്ങ് ദൂരെ വിക്രമാദിത്യാണ്, വിക്രാന്തല്ല. INS വിക്രമാദിത്യ. INS വിക്രമാദിത്യ പരിഷ്കരിച്ച ക്ലീവ് ക്ലാസ് വിമാനവാഹിനി കപ്പലാണ്. ഇത് 2013 നവംബർ 16 ഇന്ത്യൻ നാവികസേനയിൽ ജോയിൻ ചെയ്തു. BC 1-ാം നൂറ്റാണ്ടിൽ ഉജ്ജയിനി ഭരിച്ചിരുന്ന വിക്രമാദിത്യൻ എന്ന ബുദ്ധിശക്തിയും ധൈര്യത്തിനും മഹാമനസ്കതയ്ക്കും പേരുകേട്ട രാജാവിൻ്റെ പേരാണ് കപ്പലിന് നൽകിയിരിക്കുന്നത്. തുടർ പഠനത്തിനായി VA മൂസ സ്കോട്ട്ലാൻഡിലേക്ക് തിരിച്ച്. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായി? കൊള്ളാം. നാളെ എന്താണ് വിശേഷം? നാളെ എന്തൊക്കെയാ വിശേഷം? നാളെ ആകിയൊരു ടെസ്റ്റാണ് ഗൈസ്. പറഞ്ഞിട്ടതൊന്നും വണ്ടി ഓടിച്ച് ടെസ്റ്റ് ആയിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ല, മെഡിക്കൽ ടെസ്റ്റ്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് പോയി. കാരണം അവിടെ ആകുമ്പോൾ പിന്നെ മഴ വന്നാലൊന്നും സീനില്ല. ഓ ഇറ്റ്സ് ഗുഡ് ഗൈസ്. എങ്ങനെ ഉണ്ടാക്കി കാണാൻ? ഗുഡ് ഓർ ബാഡ്? ബേക്കറി ഗൈസ്. അടുത്ത് നമ്മൾ ബേക്കറിയിൽ വന്നിട്ട് ഒരു സോഡ ലൈം, ഒരു ചായ, പിന്നെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് മറ്റേ ബനാന ബൺ അത് മതി. എനിക്ക് ബനാന ബൺ മതി. അത് കുഴപ്പമില്ല, ഗ്യാസ് കുഴപ്പമില്ല ഗൈസ്, സീനില്ല. ചെറിയ കടിയായി പോയി ഗൈസ്. വേണ്ടെന്ന് പറയുകയും ചെയ്യും. അതെന്താ കാര്യമെന്നറിയോ? ഞാൻ പണ്ട് 7-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുമ്പോൾ 7-ാം ക്ലാസ്സിലെ ഫെയർവെല്ലിന് ഞങ്ങളുടെ അതുവരെ ഞാൻ മറ്റേ നമ്മൾ സാധാ മുട്ട പപ്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അന്ന് ചിക്കൻ്റെ പപ്സും ബീഫിൻ്റെ പപ്സ് അങ്ങനത്തെ പപ്സൊന്നുമില്ല, മുട്ട പപ്സ് മാത്രം. പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് ഞാൻ പപ്സിൻ്റെ അകത്ത് ബനാന പപ്സ് ഇല്ലേ, ബനാന വെച്ച പപ്സ് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണത് അപ്പോഴാണ്. അന്ന് തൊട്ട് എനിക്കതെന്തോ ഒരു നൊസ്റ്റാൾജിയാണ്. അത് ബണ്ണാണെങ്കിലും പക്ഷെ അത് അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അതാണ് എനിക്കിതിഷ്ടം. അതാണ് ഗൈസ് എനിക്കിതിഷ്ടം. എൻ്റെ 7-ാം ക്ലാസ്സിലെ മെമ്മറീസ് ഫെയർവെൽ. അതൊരു എന്തോ ക്ലാസ്സിലല്ല, എന്തോ പാടത്തൊക്കെ വെച്ച ഫെയർവെൽ. ഞങ്ങളുടെ സ്കൂളിൻ്റെ പുറകു വശത്ത് പാടമുണ്ട്. ആ പാടത്തൊക്കെ വെച്ച് ഞങ്ങൾ ഫെയർവെല്ലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. പിന്നെ ക്ലാസ്സിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച എന്തുകൊണ്ടൊക്കെ എനിക്കൊരു ഭയങ്കര എന്തൊക്കെയോ, അതാണ് എനിക്കിതിഷ്ടം. അത് ഇത് കഴിക്കുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരും. ഇവനിഷ്ടമില്ല, ഇവനിതിഷ്ടമല്ല. പക്ഷെ അവനാണത് മൊത്തം കഴിക്കണം. ഞാനത് 2 വായ കഴിച്ചോളൂ. ഇതിലൊന്ന് 1 വായുണ്ട്, ബാക്കി മൊത്തം ഇവൻ. അത് കഴിഞ്ഞപ്പോൾ മഴ വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ സ്കാൻഡിയിലാണ് കയറി നിന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ട്രൈ ചെയ്യണമല്ലോ.
ഏതാ ഇഷ്ടപ്പെട്ട? മറ്റേ ഈദ് സ്പെഷ്യൽ എങ്ങനെ ഉണ്ടായിരുന്നു? സ്പെഷ്യൽ കൊള്ളായിരുന്നു. സെയിം. പിന്നെ മറ്റേ ഇതും ചോക്ലേറ്റ്. കുനാഫെ. കാറ്റുമേലഞ്ചാറ് അപ്പൂപ്പൻ കാടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നു, നാട്ടിൽ പതുങ്ങി പറന്നു വന്നു, നാട്ടിൽ പതുങ്ങി പറന്നു വന്നു. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിൽ നീളവയിൽ കൊണ്ടു നിന്നു, നാട്ടിൽ നീളവയിൽ കൊണ്ടു നിന്നു, നാട്ടിൽ നീളവയിൽ കൊണ്ടു നിന്നു. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പുന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കാറ്റുമേലഞ്ചാറ്, കാറ്റുമേലഞ്ചാറ് പാടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നു, നാട്ടിൽ പതുങ്ങി പറന്നു വന്നു, നാട്ടിൽ പതുങ്ങി പറന്നു വന്നു. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിൽ നീളവയിൽ കൊണ്ടു നിന്നു, നാട്ടിൽ നീളവയിൽ കൊണ്ടു നിന്നു, നാട്ടിൽ നീളവയിൽ കൊണ്ടു നിന്നു. ഇന്നത്തെ ലാസ്റ്റ് പരിപാടി ഇവൻ്റെ മുടിവെട്ടിക്കലായിരുന്നു. വെട്ടണം വെട്ടണ്ട എന്നുള്ള തർക്കത്തിന് അവസാനം വെട്ടാന്നുള്ള എൻ്റെ പോയിന്റിലോട്ട് വന്നു. വെട്ടി. അവനിഷ്ടപ്പെട്ടില്ല, എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അതിൻ്റെ ഒരിത്തിരി ബാഡോടി അവൻ തിരിച്ച് നാട്ടിലോട്ടും പോയി, ഞാൻ റൂമിലോട്ടും പോയി. എന്തായാലും നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, ലൈക്ക് ചെയ്തേക്കൂ.